Hello friends, Technique Malayalam's മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഡിവൈസ് ഇൻഫിനിക്സിന്റെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് 5G ഡിവൈസ് ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ ഓൾറെഡി 5G അനൗൺസ് ചെയ്തിട്ടുണ്ട്. പ്രോബ്ലി ഡിസംബർ അല്ലെങ്കിൽ ജാനുവരിയോടുകൂടി കുറേ അധികം സിറ്റീസിൽ 5G വരാൻ പോകുന്നുണ്ട്. കേരളത്തിലും പ്രോബ്ലി ഒരു 2 മാസത്തിനുള്ളിൽ പല സ്ഥലത്തും ചിലപ്പോൾ 5G വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു 5G ഡിവൈസാണ്. അപ്പോൾ 5G ഡിവൈസ് ആസ് സച്ച് കുറച്ച് എക്സ്പെൻസീവ് ആണ് റെഗുലർ 4G ഡിവൈസിനെ അപേക്ഷിച്ച്. പക്ഷേ ഇൻഫിനിക്സ് ലോഞ്ച് ചെയ്യുന്ന ഡിവൈസ് പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ബഡ്ജറ്റ് ഡിവൈസ് ആണെങ്കിലും ഇത് 5G ഡിവൈസാണ്. ഇതിനകത്ത് ഡിമെൻസിറ്റി 810 5G ചിപ്പാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ നോക്കുന്നത്. ഇൻഫിനിക്സ് ഹോട്ട് 20 5G ഇതാണ് ഈ ഡിവൈസിൻ്റെ ഡീറ്റെയിൽസ്. അതേപോലെ ഇതിൻ്റെ പ്രൈസിങ് ബാക്കിയെല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നതാണ്. അപ്പോൾ ഇത് വരുന്നത് ഒരേ ഒരു വേരിയൻ്റേ ഉള്ളൂ. ആക്ച്വലി 464 എന്ന് പറഞ്ഞ ഒരേ ഒരു വേരിയൻ്റേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ അൺബോക്സിങ് ചെയ്യുമ്പോൾ പറയാം. ഇവിടെ നമുക്ക് എഴുതിയിട്ടുണ്ട് ഡിമെൻസിറ്റി 810 ഒക്ടോ പ്രോസസ്സറാണ് വരുന്നത്. അതേപോലെ തന്നെ 50 MP AI ഡ്യുവൽ ക്യാമറയാണ്. അപ് ടു 7GB റാം, അതായത് 4GB + 3GB വെർച്വൽ റാമാണ് വരുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നത് 6.6 ഇഞ്ച് 120 Hz ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. 5000 mAh കപ്പാസിറ്റി ബാറ്ററിയും 12 5G ബാൻഡ്സ് സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഇന്ത്യയിൽ വരുന്ന എല്ലാ 5G ബാൻഡ്സും ഇത് സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒറ്റൊരു വേരിയൻറ്റിൽ അവൈലബിൾ ആവുന്നതും 464 വേരിയൻ്റ് ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ അൺബോക്സിങ് തുടങ്ങാം. ഈ ഡിവൈസിൻ്റെ പ്രൈസിങ് വരുന്നത് 11,999 രൂപയാണ്. വളരെ അഫോർഡബിൾ പ്രൈസിംഗ് ആണ്. നല്ലൊരു സ്പെക്കാണ് വരുന്നത്. ഡിമെൻസിറ്റി 810 നല്ലൊരു ചിപ്പാണ്. കുറച്ചൊരു ഓൾഡർ ചിപ്പാണ് എങ്കിലും നമുക്ക് ബഡ്ജറ്റ് സീരീസിൽ നല്ലൊരു പ്രോസസ്സറും അതേപോലെ 5G അഫോർഡ് ചെയ്യാവുന്ന ഒരു പ്രൈസിംഗ് ആണ് 11,999 രൂപ. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ അൺബോക്സിങ് ചെയ്യാം. അൺബോക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം തന്നെ നമ്മൾ പറയാം. ഈ ഡിവൈസിൻ്റെ ലുക്സ് അതേപോലെ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അൺബോക്സ് ചെയ്തിട്ട് പറയുന്നതാണ്. ഇത് ആക്ച്വലി 3 കളേഴ്സിലാണ് അവൈലബിൾ ആവുന്നത്. സ്പേസ് ബ്ലൂ, അതേപോലെ ഗ്രീന്, റേസിംഗ് ബ്ലാക്ക്, ബ്ലാസ്റ്റർ ഗ്രീന്, റേസിംഗ് ബ്ലാക്ക്. അപ്പോൾ നമുക്ക് കിട്ടിയ കളർ ഏതാണെന്ന് കൂടി നോക്കാം. നമുക്ക് കിട്ടിയിരിക്കുന്നത് സ്പേസ് ബ്ലൂ എന്ന് പറയുന്ന കളറാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊന്ന് തുറക്കാം. തുറന്നു കഴിഞ്ഞിട്ട് നമുക്ക് ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, ഇതിൻ്റെ ബാക്കിയുള്ള സ്പെക്സ് ഒക്കെ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഇതാണ് ഇൻഫിനിക്സ് ഹോട്ട് 20 5G. അപ്പോൾ ഇൻഫിനിക്സിൻ്റെ 20 സീരീസിലെ ആദ്യത്തെ ഡിവൈസാണ് ഇൻഫിനിക്സ് ഹോട്ട് 20 5G. നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. എന്തൊക്കെ ബോക്സിനകത്ത് വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് കിട്ടുന്നത് ഒരു 18 വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന അഡാപ്റ്ററാണ്. 5 വോൾട്ട് 2.4 ആംപിയർ 18 വാട്ട് മാക്സിമം ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്ര വലിയ ഫാസ്റ്റ് ചാർജിങ് ഇല്ല. പിന്നെ നമുക്കൊരു സിം ഇജക്റ്റർ പിന്നാണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു USB Type-C ചാർജിങ് കേബിളാണ്. പിന്നെ ഒരു കേസും ബാക്കി മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷനാണ് കൊടുത്തിരിക്കുന്നത്. കേസ് നമുക്ക് നോക്കാം. റെഗുലർ TPU കേസാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്വാളിറ്റി കേസാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഡിവൈസ് ഇൻഫിനിക്സ് ഹോട്ട് 20 5G. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഒരു മാറ്റ് ഫിനിഷാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഈ പോർഷൻ ഒരു സെപ്പറേറ്റ് ഫിനിഷും ഇവിടെ നമുക്കൊരു പാറ്റേൺ കാണാം, ഒരു ലൈൻസിൻ്റെ പാറ്റേൺ കാണാം. 5G എഴുതി കാണാം. AI ഡ്യുവൽ ക്യാമറ, ഒരു 50 MP ഡ്യുവൽ ക്യാമറയാണ് വരുന്നത്. അതേപോലെ ഇൻഫിനിക്സിൻ്റെ ബ്രാൻഡിങ് കാണാം, LED ഫ്ലാഷ് കാണാം. ഇത് ആ സ്പേസർ ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ് വരുന്നത്. അപ്പോൾ നല്ലൊരു ഫിനിഷാണ്, നല്ലൊരു ക്വാളിറ്റി. ഇതൊരു പോളികാർബണേറ്റ് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പവർ ആൻഡ് വോളിയം കീസാണ് വരുന്നത്. ഇത് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കൂടി ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇവിടെ നമുക്ക് സിം ട്രേയാണ് വരുന്നത്. മുകൾ ഭാഗത്ത് ഒന്നും തന്നെ ഇല്ല. നമുക്ക് ഇവിടെ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് വരുന്നത്. താഴെ USB Type-C പോർട്ടും സ്പീക്കർ യൂണിറ്റ് അതേപോലെ 3.5 mm ഓഡിയോ ജാക്കാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡിസൈൻ ആസ്പെക്റ്റ് പറയുന്നത് വെച്ചാൽ ഇവിടെ നമുക്കൊരു 120 Hz ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതൊന്ന് ബൂട്ട് ചെയ്യാം. ഫോൺ നമ്മൾ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ HD റെസൊല്യൂഷനാണ്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ്സിലേക്ക് ഒന്ന് പോകാം. ഡിസ്പ്ലേ നമുക്കിവിടെ റിഫ്രഷ് റേറ്റ് ഉണ്ടോ, ഹയർ റിഫ്രഷ് റേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. 120 Hz 60 Hz ഓട്ടോ സ്വിച്ച് ഓപ്ഷനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ 120 Hz ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ഫ്ലൂയിഡ് ഡിസ്പ്ലേ ആണെന്ന് പറയാം. ഡെഫിനറ്റ്ലി നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. റെഗുലർ IPS LCD പാനലാണ്. 120 Hz ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ലൊരു ക്വാളിറ്റി ഉണ്ട്, നല്ല ബ്രൈറ്റ്നസ് ലെവൽസ്, അതേപോലെ ടച്ച് റെസ്പോൺസിൻ്റെ കാര്യമാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് എനിക്ക് തോന്നി. നല്ലൊരു ഫ്ലൂയിഡ് ഡിസ്പ്ലേ ആണെന്ന് പറയാം. പിന്നെ കളേഴ്സ് ആണെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല കളർ റെസൊല്യൂഷൻ വരുന്നുണ്ട്. അപ്പോൾ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റ്
സെഗ്മെൻറ്റിൽ വേണ്ട, അതായത് ഒരു 12,000 രൂപയ്ക്ക് വേണ്ട ഒരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി നമുക്കിത് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. കുഴപ്പങ്ങളൊന്നും തന്നെ ഞാൻ കാണുന്നില്ല. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആയിട്ട് പറയാം. ടച്ച് റെസ്പോൺസിൻ്റെ കാര്യത്തിലും കാര്യമായ പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെ ഫ്രണ്ട് ഡിസൈനിൽ പറയുകയാണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് വാട്ടർ ഡ്രോപ്പ് വരുന്നുള്ളൂ. അതേപോലെ താഴത്തെ ബെസൽസ് കുറച്ചധികമുണ്ട്. എങ്കിലും ഇതൊരു ബഡ്ജറ്റ് സെഗ്മെൻ്റ് ആയിട്ട് നമ്മൾ ഒരുപാട് മുൻതൂക്കം അതിന് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി സോഫ്റ്റ്വെയറിലേക്ക് പോകണമെങ്കിൽ ഇതിനകത്ത് Android 12 ആണ് വരുന്നത്. നമുക്ക് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കാണാം, ഇവിടെ തന്നെ ഉണ്ട്. എബൌട്ട് ഫോൺ എടുക്കാം നമുക്ക്. ഇതുണ്ടല്ലേ, ഇൻഫിനിക്സ് ഹോട്ട് 20 5G Android 12 ആണ് വരുന്നത്. ഫ്രണ്ട് ക്യാമറ 8 മെഗാപിക്സലാണ്. വെർച്വൽ റാം നമുക്ക് 1 GB ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് അപ് ടു 3 GB കൂടെ അഡീഷണൽ ആഡ് ചെയ്യാം, അതായത് 7 GB വരെ നമുക്ക് കിട്ടും. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 1080x2408 ആണ് സ്ക്രീൻ റെസൊല്യൂഷൻ. 64 GB സ്റ്റോറേജ് ആണ് വരുന്നത്. അതേപോലെ നമുക്ക് Dimensity 810 ഒക്ടോകോർ പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ Dimensity 810 നല്ല ഒരു പ്രോസസ്സറാണ് കേട്ടോ. കാരണം കുറച്ച് പഴയ ചിപ്പാണെങ്കിലും അത്യാവശ്യം നല്ലൊരു പെർഫോമിങ് ചിപ്പായിരുന്നു. കാരണം ഒരു 18,000 to 20,000 റേഞ്ചിലൊക്കെ വന്ന ഒരു ചിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു പെർഫോമിങ് ചിപ്പാണ് നമുക്ക് ഡെഫിനറ്റ്ലി പറയാം. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഇഷ്യൂസ് ഒന്നുമില്ല. കാരണം ഒരു 12,000 വേണ്ട എല്ലാ എക്സ്പീരിയൻസും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് XOSൽ കസ്റ്റം വ്യൂ ആണ് Android 12 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് കാണാം കുറച്ച് ബ്ലോട്ട് വേസ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. എപ്പോഴത്തെ പോലെ എല്ലാ ഇൻഫിനിക്സ് ഡിവൈസിനും പോലെ തന്നെ കുറച്ച് ബ്ലോട്ട് വേസ് കണ്ടില്ലേ, യു പാർട്ടി, WPS ഓഫീസ്, സെൽഫി, വി സോൺ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് അഡീഷണൽ ആപ്സ് ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. ബാക്കി UI എക്സ്പീരിയൻസ് കുഴപ്പമില്ല. കണ്ടില്ല, നോട്ടിഫിക്കേഷൻ ടോഗിൾസ് ആണെങ്കിൽ ഡാർക്ക് തീം അങ്ങനത്തെ ബാക്കി എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സ്ക്രീൻ റെക്കോർഡ് ഓപ്ഷൻസും അങ്ങനെ എല്ലാം നമുക്കൊരു റെഗുലർ UIയിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സ് തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് അഡീഷണൽ ഓപ്ഷൻസും ഉണ്ട്. AI അസിസ്റ്റൻറ്റ്, കിഡ്സ് മോഡ്, പവർ മാരത്തൺ, സ്പെഷ്യൽ ഫംഗ്ഷൻസിൽ നോക്കി കഴിഞ്ഞാൽ കണ്ടില്ലേ, മെമ്മറി ഫ്യൂഷൻ, സോഷ്യൽ ടർബോ, സ്മാർട്ട് പാനൽ, ഗെയിം മോഡ്, എക്സ്ക്ലോൺ, വീഡിയോ അസിസ്റ്റൻറ്റ്, അങ്ങനെ ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാ ഇൻഫിനിക്സ് ഡിവൈസിലും വരുന്ന അതേ എക്സ്പീരിയൻസ് ഒക്കെ തന്നെ നമുക്ക് ഇവിടെയും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പ്രോസസ്സറുടെ കാര്യം പറഞ്ഞു, സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറയിലോട്ട് പോകാം. 50 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. 8 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ്. നമുക്ക് ക്യാമറ UI ഒന്ന് തുറന്ന് നോക്കാം, ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ 50 മെഗാപിക്സൽ മോഡ് ഉണ്ട്. പിന്നെ വീഡിയോ റെക്കോർഡിംഗ് ആണെങ്കിൽ നമുക്ക് 1080p റെസൊല്യൂഷനും 2K റെസൊല്യൂഷൻ ഉണ്ട്. ഇൻഫിനിക്സ് സാധാരണ തരാറുള്ളതാണ് 2K. ഇപ്പോൾ ഇവിടെയും നമുക്ക് 2K റെസൊല്യൂഷൻ കിട്ടുന്നുണ്ട്. പിന്നെ AI ക്യാം, ബ്യൂട്ടി മോഡ്, പോർട്രേറ്റ്, സൂപ്പർ നൈറ്റ് മോഡ്, ഇങ്ങനെ ഫീച്ചേഴ്സ് എല്ലാം തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇതാണ് ക്യാമറേൻ്റെ ഒരു ഓവർവ്യൂ പറയുകയാണെങ്കിൽ. ആവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. ഇതെല്ലാം ഇൻഫിനിക്സ് ഹോട്ട് 20 5G എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി പറയാം. ഒരു 12,000 രൂപയ്ക്ക് വേണ്ട ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു സിംഗിൾ ക്യാമറ മാത്രമേ ഉള്ളൂ. അൾട്രാ വൈഡോ മാക്രോ ഒന്നും തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. ബേസിക് ക്യാമറ എക്സ്പീരിയൻസ്, അതായത് നമ്മുടെ റെഗുലർ 50 മെഗാപിക്സൽ ക്യാമറ മാത്രമേ വരുന്നുള്ളൂ. അഡീഷണൽ ഓപ്ഷൻസ് ഒന്നും തന്നെ ഇല്ല. മാക്രോ മോഡോ അല്ലെങ്കിൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ അങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നുമില്ല. പക്ഷേ നൈറ്റ് മോഡ് സപ്പോർട്ടഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ക്യാമറയെക്കുറിച്ച്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിനകത്ത് വരുന്നത് 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അപ്പോൾ നല്ലൊരു കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്. അതേപോലെ നമുക്ക് 18 വാട്ട് ചാർജിങ് ഉള്ളൂ. കാരണം ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ നമുക്ക് ഒരുപാട് അധികമുള്ള ഫാസ്റ്റ് ചാർജിങ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു 18 വാട്ട് എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത ഒരു ബാറ്ററി, ചാർജിങ് സ്പീഡാണ്. 5000 mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്. അതും നല്ല ഒരു ഫീച്ചറായിട്ട് ഡെഫിനറ്റ്ലി പറയാം. അപ്പോൾ ഇതായിരുന്നു ഇൻഫിനിക്സ് ഹോട്ട് 20 5Gൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ. അപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റിംഗ് ആസ്പെക്റ്റ് ഇതിനകത്ത് 6 നാനോമീറ്റർ Dimensity 810 ആണ്. അതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ്. 12 5G ബാൻഡ്സ് സപ്പോർട്ടഡ് ആണ്. 120 Hz ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ ഉണ്ട്. 50 മെഗാപിക്സൽ ക്യാമറയുണ്ട്. അതേപോലെ എക്സ്റ്റെൻഡഡ് റാം ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് 64 GB വേരിയൻറ്റ് മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു. ഒരു 6128 വേരിയൻറ്റും കൂടെ കൊണ്ടുവരാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി എല്ലാം കൊണ്ടും തന്നെ കുഴപ്പമില്ലാത്ത ഒരു ഡിവൈസ് ആണ്. കാരണം ഇത്രയും പെർഫോമൻസ് ഉള്ള ഒരു ഡിവൈസാണ് നിങ്ങൾക്ക് 12,000 രൂപയ്ക്ക് കിട്ടുന്നത്. അപ്പോൾ 5G ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ പ്രോബ്ലി ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ എടുക്കാവുന്ന ഒരു അഫോർഡബിൾ 5G ഡിവൈസായിട്ട് ഇൻഫിനിക്സ് ഹോട്ട് 20 പറയാവുന്നതാണ്. ഇൻഫിനിക്സ് ഹോട്ട് 20 5G. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.